ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് വാക്കുകളുടെയും അതിൻ്റെ അർത്ഥവും ഞാനൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ടായിട്ട് ഇടുന്നുണ്ട്. അത് ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ അല്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇംഗ്ലീഷ് ടീച്ചർ അല്ലെങ്കിലും നമുക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്കും കൂടെ എത്രയോ പേര് കാണും. ഒരു ചെറുതായിട്ടൊന്ന് ഇംഗ്ലീഷ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് എങ്കിലും പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെന്നോട് ചോദിക്കുന്നതിനുള്ള മറുപടിയെങ്കിലും എനിക്ക് ഇംഗ്ലീഷിൽ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും നമ്മുടെ ചുറ്റുപാടിലുണ്ടേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോർട്സൊക്കെ ആരംഭിച്ചത്. കൂടെ എനിക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണത്. ഇനി ചോദ്യത്തിലേക്ക്. ഞാനൊരു ടീച്ചറാണോ എന്നല്ലേ? ഞാനൊരു ടീച്ചറല്ല, ഞാൻ ഒരു നേഴ്സാണ്. പിന്നെ എനിക്ക് എങ്ങനെയാണ് ഈ സെൻറ്റൻസുകളും ഈ സംസാര ശൈലിയൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളതായിരിക്കാം ഡൗട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു നേഴ്സാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ എബ്രോഡിലാണ് വർക്ക് ചെയ്യണത്, അതായത് കുവൈറ്റിൽ. ഇപ്പോൾ വർഷങ്ങളായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ടേ. അപ്പം എനിക്ക് ആദ്യമേ ഇപ്പം +2 പഠിച്ചിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നേഴ്സിംഗ് കഴിഞ്ഞിറങ്ങുമ്പോഴോ എനിക്ക് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയില്ല. നമുക്ക് കേൾക്കുമ്പം അവിടെ ഇവിടെയൊക്കെ കുറച്ച് പിടികിട്ടും. പിന്നെ പറയുന്നവരുടെ കണ്ണിലെ ആക്ഷനും പിന്നെ ആ എക്സ്പ്രഷനും ഒക്കെ വെച്ചിട്ട് നമ്മൾ അവരെന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് പിടികിട്ടും. പക്ഷേ നമുക്ക് തിരിച്ച് യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ തലയാട്ടി കാണിക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ രീതികളെ. ഞാൻ വലിയ ഗ്രാമർ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രാമറിൽ തന്നെ മുഴുകിയിരുന്ന് പഠിച്ചിട്ടോ കുത്തിയിരുന്ന് പഠിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ ഈ സംസാരിക്കാൻ ആരംഭിച്ചത്. ഞാൻ എബ്രോഡിൽ ജോലിക്ക് കയറിയ പിന്നെ ഞാൻ ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ആരംഭിച്ചു. പ്രത്യേകിച്ച് പറയാനുള്ളത് ഫിലിപ്പീൻസുമായിട്ട് ഞാൻ ഒരുപാട് മിങ്കിൾ ചെയ്തു. കാരണം ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ കൂടുതൽ പേരും ഫിലിപ്പീൻസാണേ. അപ്പം ഫിലിപ്പീനികളുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അറബ് നന്നായിട്ട് അറിയത്തില്ല, നമുക്കാണെങ്കിൽ ഇംഗ്ലീഷും നന്നായിട്ട് അറിയത്തില്ല. അപ്പം അവർ നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കും. ആദ്യമേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറുപടി പറയാൻ പറ്റണം. കാരണം നമ്മളുടെ ഡ്യൂട്ടി ഇതാണ്, നമ്മളൊരു നേഴ്സാണ്. അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറിൻ്റെ കാര്യമായാലും ഒരു മെഡിസിൻ്റെ കാര്യമായാലും നമ്മളോട് പറയുമ്പം നമ്മൾ തിരിച്ചതിന് മറുപടി പറയണം. അപ്പം നമ്മൾ പഠിച്ചേ പറ്റൂ, പഠിക്കണമെന്നായി. അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ ഇതേപോലെ തലകുലുക്കിയൊക്കെ കാണിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നേ. അപ്പം പേഷ്യൻ്റ് സൈഡിൽ ചെല്ലാൻ നേരത്ത് നമുക്കിതിൻ്റെ ആൻസർ അവർക്ക് കൊടുത്തേ പറ്റൂ. അവർ തൃപ്തരാകണം നമ്മളെ കൊണ്ട്. ബൈസ്റ്റാൻഡർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അവർക്ക് തൃപ്തരായ രീതിയിൽ നമ്മൾ ആൻസർ കൊടുത്തേ പറ്റൂ. അങ്ങനെ റൂംമേറ്റ്സും കൊളീഗ്സും എല്ലാവരും ഇങ്ങനെ അന്യരാജ്യക്കാരായപ്പോഴത്തേക്ക് ഞാൻ അവരോട് സംസാരിച്ച് എനിക്ക് ഇംഗ്ലീഷ് പതുക്കെ വരാൻ തുടങ്ങി. പക്ഷേ നമ്മൾ സംസാരിക്കുന്നവർ നമ്മൾ കളിയാക്കുന്നില്ല. അവർ വീണ്ടും നമുക്ക് ഓരോന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ആവും, ഇത് പഠിക്കണം എന്നുള്ള കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്താണെങ്കിൽ ബിസൈഡ്, ബിഹൈൻഡ് ഇതിൻ്റെ ഒന്നും മീനിങ് എനിക്കറിയത്തില്ല. അപ്പം ഫിലിപ്പീൻസ് പറയും സിസ്റ്റർ ബിഹൈൻഡ് ദ ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കറിയത്തില്ല ഇത്. പിന്നെ അവരുടെ ആ കൈ വെച്ചുള്ള ആക്ഷൻസ് കണ്ടിട്ടാണ് ഞാൻ കാര്യങ്ങൾ പിടികിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക്. പിന്നെ ഇത് നമുക്ക് ഡെയിലി നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഇംഗ്ലീഷ്. ആദ്യമേ മംഗ്ലീഷായി, പിന്നെ അത് ഇംഗ്ലീഷായി. ഇപ്പം ഏകദേശം എനിക്ക് എല്ലാവരോടും സംസാരിച്ച് പിടിച്ച് നിൽക്കാനുള്ള ഒരു വകയായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോകൾ ഇടാൻ തുടങ്ങിയത്. എനിക്കറിയാവുന്നതും പിന്നെ ഞാൻ റെഫർ ചെയ്തിട്ടൊക്കെ കുറച്ച് ഷോർട്സുകൾ ഇടുന്നുണ്ട്. അത് ഈ സാധാരണക്കാരായ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ എബ്രോഡിലോട്ട് ഇപ്പം പുതിയതായിട്ട് വന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ സ്പോക്കണായിട്ട്, അതായത് ഒരു ഗ്രാമറും അറിയില്ലാതെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ നമ്മൾക്കിടയിൽ, അവർക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് ഞാനൊരു ടീച്ചർ എന്ന രീതിയിൽ എന്നെ ആരും കാണണ്ട. ഞാനൊരു നേഴ്സാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാമല്ലോ, നമ്മൾ എത്രയൊക്കെ കിടന്ന് പഠിച്ചു എന്ന് കരുതിയാലും നമ്മളെന്നും ആരോടെങ്കിലും 2-3 സെൻറ്റൻസെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മൾ അങ്ങോട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവരും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. അപ്പം പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് സംസാരിക്കാം. വരാതിരിക്കും. അത് നിങ്ങൾ ചിന്തിക്കണ്ട. തെറ്റിൽ നിന്ന് മാത്രമേ നമ്മൾ ശരിയിലോട്ട് പോകത്തുള്ളൂ, പഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചേ.
എന്നും അങ്ങോട്ട് രാവിലെ എണീറ്റിട്ട് ആരും സംസാരിക്കാൻ കിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് അങ്ങ് സംസാരിക്കണം. രാവിലെ അങ്ങോട്ട് ബെഡിൽ നിന്ന് അങ്ങോട്ട് എണീറ്റിട്ട് ഇപ്പം ബെഡിൽ നിന്ന് എണീക്കുന്നതിന് എന്തോ പറയുന്നത് അതങ്ങോട്ട് മനസ്സിൽ ചിന്തിക്കണം. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു, ബാത്റൂമിൽ കയറി, ബ്രഷ് എടുത്തു, ബ്രഷ് ചെയ്തു, ഇതെല്ലാം സ്വന്തമായിട്ടൊന്ന് ഇംഗ്ലീഷിൽ മനസ്സിൽ, അല്ലെങ്കിൽ ആ ബാത്റൂമിലെ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ, ആ കണ്ണാടിയിലൊക്കെ നോക്കി ഒന്ന് സംസാരിച്ച് നോക്കിക്കേ. പിന്നെ അതിലെന്താണ് തെറ്റ് പറ്റിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും വഴി നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാം. അപ്പം പിന്നെ നിങ്ങളത് മറക്കത്തില്ല. അപ്പം നമ്മൾ സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവത്തുള്ളൂ. നമുക്ക് എത്രയൊക്കെ ഗ്രാമർ അറിയാമെങ്കിലും സംസാരിക്കുമ്പോൾ ഗ്രാമർ തപ്പി നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഡെയിലി മറ്റുള്ളവരുമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കണം. അവരിങ്ങോട്ട് സംസാരിച്ചില്ലേലും അപ്പോൾ ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നത് എന്തായിരിക്കും? ഇംഗ്ലീഷ്. അപ്പം നാളെ മുതൽ രാവിലെ തന്നെ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞ് വേണം തുടങ്ങാൻ. രാവിലത്തെ വേർഡ് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ തുടങ്ങാം. ബാക്കി വിശേഷങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇനിയും എന്നോടൊപ്പം കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതിൽ കുറേ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തുടർന്ന് ഞാൻ ചെറിയ ചെറിയ വാക്കുകളും സെൻറ്റൻസുകളും ഒക്കെ വെച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.